ഇനിയിപ്പോൾ നമുക്ക് കൊല്ലം, പത്തനംതിട്ട അത്തരം ജില്ലകളിലേക്ക് വരികയാണെങ്കിൽ കോട്ടയം, ഈ 3 ജില്ലകളിൽ എങ്ങനെയാണ് പൊതുവെയുള്ളൊരു സംഗതി എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ കൊല്ലം നമുക്ക് ബേസിക്കലി കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 2 സീറ്റുകൾ മാത്രം കിട്ടിയ ഒരു സ്ഥലമാണ് കൊല്ലം എന്ന് പറയുന്നത്. പക്ഷേ പിന്നീട് വന്ന തദ്ദേശ തെരഞ്ഞെടുപ്പും ആസ് എക്സ്പെക്റ്റഡ് നമ്മൾ ലോക്സഭാ തെരഞ്ഞെടുപ്പും വേറെ അതല്ലാത്തൊരു ഫലം നമ്മുടെ മുന്നിൽ വെച്ചു. ഇനി അടുത്തൊരു തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ ഇത്തവണത്തെ എനിക്ക് തോന്നുന്നു ഗോവിന്ദ മാഷ് വരും പത്രസമ്മേളനത്തിൽ വരെ കൊല്ലത്തിന്റെ തെരഞ്ഞെടുപ്പ് ഫലം ഞങ്ങളെ ഞെട്ടിച്ചു എന്നാണ് ഗോവിന്ദ മാഷ് പത്രസമ്മേളനത്തിൽ പറഞ്ഞത്. കാരണം അത്തരത്തിലുള്ള ഞെട്ടലുണ്ടാക്കുന്ന, അതായത് കുലുങ്ങാത്ത കോട്ട, ശരിക്കും കണ്ണൂർ പോലെയല്ല. കണ്ണൂർ കോട്ടയാന്ന് പറയുമ്പോൾ കണ്ണൂരിനേക്കാളും വലിയ കോട്ടയാണ് യഥാർത്ഥത്തിൽ കൊല്ലം എന്ന് പറയുന്നത്. കാരണം 80% വോട്ടൊക്കെയാണ് സാധാരണ ഇതിൽ, മീൻസ് അത്രത്തോളം അതിൽ നിന്ന് 50%-ത്തിലേക്ക് താഴുകയാണ് ഈ LDFന്റെ ഒരു സമ്മതം. അപ്പം അത്തരത്തിലുള്ളൊരു വലിയ ചേഞ്ച് വന്നിട്ടുള്ളൊരു സ്ഥലം. ആ സ്ഥലത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിനെ എതിരിടാൻ പോകുമ്പോൾ ബേസിക്കലി എന്തായിരിക്കും ഒരു ഇതെന്ന് തോന്നുന്നത് നിങ്ങൾക്ക്? എനിക്ക് കൊല്ലത്ത് പ്രത്യേകിച്ച് വലിയ തന്ത്രമൊന്നും പാർട്ടി മേനേജേണ്ട ആവശ്യമില്ല. കാരണം കൊല്ലം ഈ പറഞ്ഞ പോലെ തന്നെ അത് പാർട്ടിയുടെ ജില്ല തന്നെ. അത് ഇപ്പോഴും ഞാൻ പറയുന്ന മാറ്റം, നിയമസഭയിൽ മാറ്റം വരില്ല. ഇപ്പം എനിക്ക് തോന്നുന്നു, ഞാൻ അവിടുത്തെ ഉള്ളൊരു അന്വേഷണത്തിൽ എനിക്ക് മനസ്സിലായത് കൊല്ലം മണ്ഡലം മുകേഷ് നിന്നെന്ന് പറഞ്ഞില്ല, അവിടെ സംസാരിച്ച് പറഞ്ഞു, അവിടെ ഇനി ഇത്തവണ കൊണ്ട് മോഹൻലാലിനെ കൊണ്ട് നിർത്തിയാലും അവിടെ ജയിക്കും. കാരണം അത് അവിടെ ഒരു ഘടകമൊന്നും അല്ല. കണ്ണൂര് പോലെ ആ സീറ്റുകൾ നമ്മൾ ആലോചിക്കുക പോലും വേണ്ട. പക്ഷെ അതുപോലെ തന്നെ ഒരു ജില്ലയായിരുന്നു അത്. എനിക്ക് തദ്ദേശത്തില് എനിക്ക് തോന്നുന്നു അവിടുത്തെ ചെറിയ പ്രശ്നങ്ങളൊക്കെ ആയിരിക്കും. പിന്നെ കൊല്ലത്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു കൊല്ലം വലിയ ജില്ലയാണല്ലോ. ഒരേ സ്ഥലത്ത് ഒരേ വിഷയങ്ങളല്ല പല സ്ഥലത്തും ഉള്ളത്. അതേപോലെ തന്നെ പലരുടെയും വിഷയം, അതേപോലെ തന്നെ ഈ NSS തുടങ്ങിയിട്ടുള്ള സാധനങ്ങൾ, ചെറിയ ഇപ്പോൾ ശിവഗിരി മഠം, ഇതെല്ലാം വളരെ സൂക്ഷ്മമായിട്ട് ബാധിക്കുന്ന ഒരു ജില്ല കൂടിയാണ്. പിന്നെ ഈ തീരദേശ പ്രദേശത്ത് ഇപ്പോൾ കൊല്ലത്താണെങ്കിൽ പ്രത്യേകിച്ചും ഈ പറയുന്ന ലാറ്റിൻ ക്രിസ്ത്യൻ ബെൽറ്റിലുള്ള പ്രശ്നങ്ങളുണ്ട്. പലതരം തൊഴിലാളികളുണ്ട്. കശുവണ്ടി തൊഴിലാളികൾ മുതൽ കയർ തൊഴിലാളികൾ വരെ ഇങ്ങനെ നീണ്ടു നടക്കുന്ന പലതരം തൊഴിലാളി വിഭാഗങ്ങളുണ്ട്, ഫാക്ടറികളുണ്ട്. അങ്ങനെ പലതരത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു സംഭവം. നമ്മൾ വിചാരിക്കുന്ന ഒരു ഏക സ്വഭാവമല്ല കൊല്ലത്ത്. ഇപ്പൊ പുല്ലൂരുള്ള വിഷയമല്ലല്ലോ ഇപ്പൊ ഈ പറഞ്ഞ രീതിയിൽ കായംകുളത്തുള്ളത്. അപ്പൊ അങ്ങനെ അതെ വേറൊരു വിഷയമാണ്. അപ്പൊ അത്തരത്തിലൊരു സംഭവമുണ്ട്. നമുക്ക് നോക്കുമ്പോഴേ ഞാൻ അതിനകത്ത് ഒരു മണ്ഡലം എടുക്കുകയാണെങ്കിൽ ഇപ്പൊ കുണ്ടറയും കരുനാഗപ്പള്ളിയാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ശരിക്കും PC വിശ്വനാഥും മഹേഷും കൂടെ പിടിക്കുന്നെന്ന് വിചാരിച്ചു. പക്ഷെ ഇത്തവണ വരുമ്പോഴത്തേക്കും അതിനകത്ത് ചോദ്യമായി നിൽക്കുന്ന ഒരു മണ്ഡലം എന്ന് വെച്ചാൽ ഐഷപ്പൂറ്റിയും ബാലഗോപാലും കൂടെ മത്സരത്തിന് ഇറങ്ങുന്ന. കാരണം ഐഷപ്പൂറ്റിയിൽ കൂടെയാണ് യഥാർത്ഥത്തിൽ അത് ഈ മണ്ഡലം പിടിച്ചത്. ബാലകൃഷ്ണപിള്ളയുടെ കയ്യിൽ നിന്ന് ഒരു ഘട്ടത്തിൽ ഐഷപ്പൂറ്റിയിലൂടെ തിരിച്ചു പിടിച്ച മണ്ഡലം, ഐഷപ്പൂറ്റി എത്രയോ കാലമായിട്ട് അത് വളരെ സ്ട്രോങ് ആയിട്ട് അങ്ങനെ ഒരാൾ അപ്പുറത്തേക്ക് പോവുകയും ബാലഗോപാൽ ഇപ്പുറത്ത് നിൽക്കുക. കഴിഞ്ഞ തവണയും ബാലഗോപാൽ ശരിക്കും ഭൂരിപക്ഷം കുറവായിരുന്നു. ആ മണ്ഡലത്തിന്റെ ഹിസ്റ്ററി വെച്ച് നോക്കുകയാണെങ്കിൽ ബാലഗോപാലിന് ഭൂരിപക്ഷം കുറഞ്ഞിട്ടാണ് ജയിക്കുന്നത്. അപ്പൊ അങ്ങനത്തെ ഒരു അവസ്ഥയിൽ ഈ കൊട്ടാരക്കരയൊക്കെ ശരിക്കും ഒരു ഹോട്ട് പോയിന്റ് ആവുമോ? അല്ല, അറിയില്ല. സാധ്യതയുണ്ട്, വളരെയധികം സാധ്യതയുണ്ട്. പക്ഷെ പൊതുവെ ഈ ഇടതുപക്ഷക്കാരുടെ ഒരു സ്വഭാവവും എല്ലാം വെച്ച് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം ഒരാൾ പാർട്ടിയിൽ നിന്ന് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അതിനൊരു ഭയങ്കരമായിട്ടുള്ള വാശി കൂടുകയും സംഭവങ്ങളും എല്ലാം അവരൊരു രീതിയാണ്. അപ്പോൾ അത് കാരണം തന്നെ ഈ മറ്റേ കുറച്ച് കാലമായിട്ട് തന്നെ അവിടെ ഐഷ പൊറ്റിക്കെതിരെ പാർട്ടിയുടെ അകത്ത് തന്നെ വലിയ പ്രശ്നങ്ങളുണ്ട്. അപ്പൊ അത് കാരണം ഇവർ കുറെ കാലമായിട്ട് അതെ അതിൽ ഭയങ്കരമായിട്ട് അവിടെ കൊട്ടാരക്കരയിൽ ഒരു സമയത്ത് CPM തന്നെ രഹസ്യമായിട്ട് ഇവർ BJP-യിലേക്ക് പോകുമോ എന്നുള്ളൊരു ഭയത്തിലൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതുണ്ടാക്കാൻ പോകുന്ന നാണക്കേടും അത് നാഷണൽ തലത്തിൽ എങ്ങനെയാണ് അത് വാർത്തയായി മാറുക തുടങ്ങിയിട്ടുള്ള ആശങ്കകളൊക്കെ അവിടുത്തെ പാർട്ടിക്കാർ നമ്മളോട്ട് പങ്കുവെക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം തന്നെ അതൊരു വലിയ ഫൈറ്റ് ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. കഴിഞ്ഞ ഓണത്തെക്കാളും വലിയ ഫൈറ്റായിട്ട് മാറും. പക്ഷെ വിചിത്രമായിട്ട് കഴിഞ്ഞ തവണ ഈ പറഞ്ഞ രീതിയിൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായിട്ട് ആൾ നിന്ന ആളാണ് ഇത്തവണ BJP-യുടെ സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുന്നത്. അപ്പം അങ്ങനെ പല സംഭവങ്ങളും അവിടെ ഉണ്ട്. കൊല്ലത്തേക്ക് ഒതുങ്ങിയിട്ടുണ്ടെങ്കിൽ കൊല്ലം നഗരസഭ ഒരു വലിയ ഒരു വിഷയം തന്നെയാണ്. അതായത് കൊല്ലം നഗരസഭയിൽ ഉണ്ടായിട്ടുള്ള പരാജയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എനിക്ക് തോന്നുന്നു അതിൽ നിന്നുള്ളൊരു പാഠം പഠിച്ചിട്ടാണ് ഇവർ ഇത്തവണ എന്തായാലും മുകേഷിനെ മാറ്റി നിർത്തി പാർട്ടിക്കാരനായിട്ടുള്ള ഒരു സ്ഥാനാർത്ഥിയെ കൊല്ലത്ത് മത്സരിപ്പിക്കാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഗുരുദാസൻ കയ്യിൽ വച്ചിരുന്ന ഒരു മണ്ഡലം മുകേഷിനെ പോലെ ഒരാൾ നിൽക്കുന്നു. മുകേഷിന് വരാൻ പറ്റാത്ത കാരണം പാർട്ടി മറ്റേ കൊല്ലം ഏരിയയിൽ നിന്ന് 2 പേർക്ക്
അവിടെ പ്രത്യേക ചുമതല മറ്റേ MLA-യുടെ പ്രവർത്തനങ്ങൾ നടത്താനായിട്ട് കൊടുക്കുന്നു. അങ്ങനെ കഴിഞ്ഞ 10 വർഷം കൊണ്ട് നടന്നിരുന്ന ഒരു സ്ഥലമാണ്. പക്ഷെ എന്നിട്ട് പോലും അതിഭീകരമാവും വിധം മുകേഷിനെതിരായിട്ടുള്ളൊരു വികാരം അവിടെ ഉണ്ടായി വന്നിട്ടുണ്ടായിരുന്നു. അവിടെ പ്രാദേശിക പ്രശ്നം. അപ്പോൾ അത് കാരണം കൊല്ലം നഗരസഭ രൂപവൽക്കരിക്കുന്ന കാലം മുതൽ ഇടതുപക്ഷത്തിൻ്റെ കയ്യിലായിരുന്നു. അത് ഏതാണ്ടൊരു ഈ സ്വന്തം മറ്റേ വീട്ടുകാര്യങ്ങൾ പോലെ കൊണ്ട് നടന്നിരുന്ന ഒരു സമയത്ത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആളുകളെ അത്രമാത്രം പ്രാദേശികമായി പാർട്ടിക്കാരെ അടക്കം വെറുപ്പിച്ചതിൻ്റെ കൂടി ഫലമായിട്ടാണ് ഈ നഗരസഭ കൈവിട്ടു പോയത്. അതൊരു പൊളിറ്റിക്കലായിട്ടുള്ള ഒരു ഇഷ്യൂവിനേക്കാൾ അപ്പുറത്തേക്ക് അതിഭീകരമായിട്ടൊരു മിസ്മാനേജ്മെൻറ്റിൻ്റെ ഒരു കാര്യവും കൂടി അവിടെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആളുകളുടെ ഒരു പ്രാദേശികമായിട്ടുള്ള രോഷം എല്ലാം അതിൽ ഒരു നടപ്പായിട്ടുണ്ടെന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കാര്യം. അത് എത്രമാത്രം നിയമസഭയിലുണ്ടാവും. ചാത്തന്നൂർ കഴിഞ്ഞ വർഷം NDA സ്ഥാനാർത്ഥി സ്ഥാനത്ത് വന്നതിന്റെ കാരണം എനിക്ക് തോന്നുന്നു കൊല്ലത്ത് രാഷ്ട്രീയം മാറിക്കഴിഞ്ഞ ചേട്ടാ അവിടെ ഈ ഹിന്ദു വോട്ടിൽ നായർ ഈഴവ വോട്ടുകൾ നിർണായകമായിട്ടുള്ളൊരു ജില്ല തന്നെയാണ് അവിടെ. നായർ ഈഴവ വോട്ടുകളിൽ അതിൽ ഈ നായർ വോട്ടുകളിൽ UDF-ന്റെ ഒരു ഇതിൽ ഈഴവ വോട്ടുകളിൽ നിന്നിട്ടും ഈ BJP-യിലേക്ക് പോകുന്നുണ്ട്, LDF-ലേക്കും പോകുന്നുണ്ട്, ഈ UDF-ലേക്കും വരുന്നുണ്ട്. ഇനി നേരത്തെ കൊട്ടാരക്കരയിലെ കാര്യം പറയുമ്പോഴത്തേക്ക് ഞാൻ പക്ഷെ വിചാരിക്കുന്നില്ല ഐഷ പോറ്റി അത്ര വലിയൊരു നിർണായകമായിട്ട് ബാലഗോപാലിനെ വിറപ്പിക്കുമെന്നൊക്കെ. കാരണം അവിടെ ബാലഗോപാലിന് അവിടെ സാമുദായികമായിട്ടുള്ള പിന്തുണയുണ്ട്. പിന്നെ ഐഷ പോറ്റി കുറേ നാളായിട്ട് പാർട്ടിയിൽ പറഞ്ഞ പോലെ എനിക്ക് പാർട്ടി ആരെ നിർത്തിയാൽ ജയിപ്പിച്ചെടുക്കുക എന്നുള്ളൊരു ഉദാഹരണമായിരുന്നു ഐഷ പോറ്റി. പാർട്ടി ഒരാളെ തോൽപ്പിക്കാൻ വേണ്ടി ഒരാളെ കൊണ്ടുവരുന്നു, ആ രീതിയിലാണല്ലോ. ഐഷ പോറ്റിക്ക് അവിടുത്തെ ഒരു വലിയൊരു സ്വാധീനമൊന്നും ഇവിടെ ഇല്ല. പിന്നെ കുറച്ച് നായർ വോട്ടുകൾ കുറച്ച് ഈ പോവും. പക്ഷേ കൊല്ലക്കോൺസ് BJയുടെ ഒക്കെ നല്ല സ്വാധീനമുള്ള സ്ഥലമാണ്, അവിടെ കിട്ടും. പിന്നെ തിരിച്ച് ഈ കൊല്ലത്തേക്ക് വരുമ്പോഴത്തേക്കേ ഉള്ളൂ. പക്ഷേ ഈ കൊല്ലത്ത് ഇത്തവണത്തെ ഒരു ഈ എല്ലാവരും ട്രോളൊന്നും ഒരു കാരണം ഞാനത് പറയണമെന്ന് എനിക്ക് തോന്നിയാണ്. ബിന്ദു കൃഷ്ണയാണല്ലോ കൊല്ലത്തെ സ്ഥാനാർത്ഥിയായിട്ട്. അപ്പോൾ പലരും നമ്മൾ ഈ യൂട്യൂബൊക്കെ ഇടുന്നത് കഴിഞ്ഞിട്ട് പിന്നെ തോൽവി കൂട്ടാം. പക്ഷെ അവർ അവിടെ നല്ലൊരു സ്ഥാനാർത്ഥി, കുറേ വർഷങ്ങളായിട്ട് അവിടെ വർക്ക് ചെയ്യുന്ന എന്തും ഏതിനും ഓടി വരുന്ന ഒരു ജനകീയമായിട്ടുള്ള ഒരു നേതാവാണ്. ശരിക്കും എൻ്റെ ഒരു അഭിപ്രായത്തിൽ കുറച്ചും കൂടിയൊക്കെ സേഫ് ആയിട്ടുള്ള ഒരു മണ്ഡലമൊക്കെ കൊടുത്ത് ജയിപ്പിച്ചെടുക്കേണ്ട ഒരു നിയമസഭയിൽ എത്തിക്കേണ്ടതാണ്. പക്ഷെ നല്ലൊരു സ്ഥാനാർത്ഥി, ഞാൻ ആ സ്ഥാനാർത്ഥി പറയണമെന്ന് എനിക്ക് തോന്നിയതുകൊണ്ട് പറഞ്ഞതാണ് ബിന്ദു കൃഷ്ണ. പക്ഷെ അവിടെയും പാർട്ടി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പാർട്ടി വേറൊരാളെ കൊണ്ട് നിർത്തിയാലൂടെ അവർ തന്നെ ജയിക്കും. ഇനി ചാത്തന്നൂരിലേക്ക് വരുമ്പോഴത്തേക്കുള്ള സംഭവം ഈഴവ വോട്ടാണ് നിർണായകമാവുന്നത്. നിർണായകമായിട്ട് ഇത്തവണ ഈ ചാത്തന്നൂർ പെട്ടെന്നൊരു ചർച്ച അതിൻ്റെ ഒരു കാരണം ഈ ഫോർവേഡ് ബ്ലോക്കിന് ആ സീറ്റ് കൊടുക്കുന്നു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രശ്നമാണ് അവിടെ വരുന്നത്. കാരണം 2ാം സ്ഥാനത്ത് NDA എത്തിയിട്ടുണ്ട് BJP. അത് ഈഴവ വോട്ടിൻ്റെ ഒരു ബലമാണ് വന്നിരിക്കുന്നത്. പക്ഷേ അവിടെ CPIക്ക് സിറ്റിംഗ് സീറ്റാണ്. ഇത്തവണ അവിടെ വേറൊരു കുഴപ്പം ഞാൻ അറിഞ്ഞിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സംസ്ഥാന നേതൃത്വത്തിലുള്ള രാജേന്ദ്രനാണ് മത്സരിക്കുന്നത്. പക്ഷേ രാജേന്ദ്രൻ ഇതിൻ്റെ പുറത്തുനിന്ന് ഒരാളാണ്, മണ്ഡലത്തിൽ നിന്ന് പുറത്തുനിന്ന് വരുന്ന ഒരാളാണ്. അപ്പോൾ മണ്ഡലത്തിലുള്ളൊരു സ്വാധീനം അത്ര വലിയതില്ല, ഇപ്പോൾ ജയലാലൊക്കെ ഉണ്ടാക്കിയ പോലത്തെ. പക്ഷെ അവിടെ എനിക്ക് തോന്നുന്നു ഈ BJPയുടെ വളർച്ച ഭീകരമായിട്ടും ഇവരിപ്പോൾ സൂരജ് രവിയാണ് അവിടെ UDF സ്ഥാനാർത്ഥിയാക്കുന്നത്. എനിക്ക് UDF അത് കോൺഗ്രസ് അത് മനസ്സിലാക്കിയെന്ന് തോന്നണം. അങ്ങനത്തെ ഒരു നിയമത്തുണ്ടായിരിക്കുന്ന പോലത്തെ ഒരു സംഭവം ഒരു പക്ഷെ ഉണ്ടായിരിക്കാമെന്ന് തോന്നുന്നു. സൂരജ് വന്നതോടുകൂടി എനിക്ക് തോന്നുന്നു പാർട്ടി ചിഹ്നത്തിലേക്ക് പോകുമല്ലോ. പാർട്ടി ചിഹ്നത്തിലേക്ക് പോയാൽ. പക്ഷെ നമ്മൾ ഈ പറഞ്ഞ രീതിയിൽ BJPയുടെ വളർച്ച ശ്രദ്ധയോടുകൂടി വീക്ഷിക്കേണ്ട ഒരു മണ്ഡലമാണ്. തിരുവനന്തപുരം പോലെ തന്നെയാണ് കൊല്ലത്ത് അവര് ഗ്രാജുവലായിട്ട് വളരുന്നുണ്ട്. നമ്മൾ വടക്ക് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചാത്തന്നൂർ മുതൽ അതൊരു തിരുവനന്തപുരം ബോർഡർ ഏരിയയാണ്. പിന്നെ അവിടെ നിന്ന് പിന്നെ നമ്മളൊരു 4 തിരുവനന്തപുരത്തെ മണ്ഡലവും അങ്ങനെയുള്ള 5 മണ്ഡലങ്ങൾ അവിടെ നമുക്ക് വരുന്നത്. എനിക്ക് അതേ ഉള്ളൂ. കൊല്ലത്ത് എനിക്ക് തോന്നുന്നു ഈ ഒരു മണ്ഡലം ഒഴിച്ച ബാക്കി ഈ പറഞ്ഞ പിന്നെ ഈ പറഞ്ഞ പോലെ 2 മണ്ഡലം കൂടെ അത് പറഞ്ഞു. ഇപ്പം 2016 ഇടതുപക്ഷം കയറുമ്പോൾ മൊത്തവും സീറ്റും കൊല്ലത്തുന്ന ഏത് കിട്ടിയിരിക്കണതാണ്. ഇത്തവണ കാരണം വന്നപ്പോഴത്തേക്ക് 2 സീറ്റ് പോയി. ആ 2 സീറ്റ് പോകാൻ എനിക്ക് കാരണങ്ങൾ ഞാൻ പറയാം. ഒന്ന്, കുണ്ടറ പോകാൻ കാരണം ഈ മന്ത്രിസഭയുടെ അവസാനത്തെ കാലത്ത് മേഴ്സിക്കുട്ടിയമ്മയ്ക്കെതിരെ വന്നിട്ടുള്ള അഴിമതി ആരോപണങ്ങൾ ഭയങ്കരമായിട്ട് ബാധിച്ചു. പ്രശ്നം വന്നു. പക്ഷെ അവരുടെ ഒരു ഇപ്പുറത്ത് വരുമ്പോഴത്തേക്ക് കരുനാഗപ്പള്ളിയിലേക്ക് വരുമ്പോഴത്തേക്ക് മഹേഷ് സിറ്റിംഗ് MLA ആയിരുന്നു, CPIയുടെ നേതാവിനെതിരെ വളരെ പ്യുവർ പെർഫോമൻസ് ആയിരുന്നു. കയ്യിൽ നിന്ന് ഘട്ടം ഘട്ടമായിട്ട് കയ്യിൽ നിന്ന് നശിപ്പിച്ചു. അതായത്
അവിടെ നിന്ന് മറ്റേ GK പിള്ളയുടെ കാലം മുതൽ ഇങ്ങോട്ട് വന്നിട്ട് ഓരോ തവണ എത്തുമ്പോഴും ഭൂരിപക്ഷം കുറച്ച് കൊണ്ടുവരികയും അതേസമയം ഒരു ആളെങ്ങനെയാണ് നമ്മൾ തീരുമാനിച്ച് ഒരു മണ്ഡലത്തിൽ നിന്ന് നിങ്ങൾ നാട്ടുകാരോട് ചേർന്ന് പ്രവർത്തിച്ച് നിന്നാൽ അയാൾക്ക് ജനകീയനാവാൻ പറ്റും എന്നുള്ളതിന്റെ സൂക്ഷ്മ ഉദാഹരണമാണ് ഒരു മഹേഷ്. മിടുക്കനായിട്ടുള്ള ഈ പ്രശാന്തിനെയൊക്കെ പോലെ തന്നെയാണ്. അതെ, വളരെ പ്രശാന്തിനെയൊക്കെ പോലെ. കാരണം നേരത്തെ പറഞ്ഞ് നമ്മൾ നേരത്തെ ചർച്ച ചെയ്തിട്ടുണ്ട്, ഈ മണ്ഡലങ്ങൾ ആ വ്യക്തികൾക്ക് ആ മണ്ഡലങ്ങളെ കൊണ്ടുപോകാൻ പറ്റും, എത്രയൊക്കെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ മാറിയാലും. അതൊരു ഉദാഹരണം തന്നെയാണ് ഇപ്പുറത്തെ വിശ്വനാഥ്. കിട്ടിയ അവസരം വിശ്വനാഥ് ഭംഗിയാക്കി ഉപയോഗപ്പെടുത്തി എന്നുള്ളത്. വളരെ ചെറിയ ഭൂരിപക്ഷമായിരുന്നു. എന്നാലും ഉപയോഗപ്പെടുത്തി. കുണ്ടറയിലെ തോൽവി വലിയൊരു തോൽവിയായിരുന്നു. കാരണം ഒരു മന്ത്രി തോറ്റു. എനിക്ക് കൊല്ലത്താണ് തോക്കുന്നത്. കുണ്ടറ എന്ന് പറയുന്നത് പാർട്ടിയുടെ വലിയൊരു കേന്ദ്രമാണ്. അവിടെ തോൽക്കുന്നതിനടുത്താണ് വിഷയം വരുന്നത്. അവിടെയും വേണമെങ്കിൽ സ്വാഭാവികമായിട്ടും മറ്റേ UDF-ന് അവരുടെ നില മെച്ചപ്പെടുത്താനുള്ള സാധ്യതകൾ കൊല്ലം ജില്ലയിൽ കിടക്കുന്നുണ്ട്. അതിനെ നമുക്ക് മറ്റേത് കാണാം. അതേസമയം CPM-നെ കുണ്ടറയ്ക്കിൽ മാത്രമേ ആ സാധ്യതയുള്ളൂ. കരുനാഗപ്പള്ളി പിടിക്കാനായിട്ട് വളരെയധികം അവർ ബുദ്ധിമുട്ടുണ്ട് വരും. മാത്രമല്ല അവരെ സംബന്ധിച്ചും ഒരു പുതിയ സ്ഥാനാർത്ഥിയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ കാര്യം താര അവിടെ മണ്ഡലത്തിൽ പരിചിതയായിട്ടുള്ള ആളൊക്കെയാണ്, വക്കീലാണ്. പക്ഷെ എന്നാൽ പോലും അത് കുറച്ചുകൂടി ഒരു കഠിനമായിട്ടാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഫലം എന്ന് പറഞ്ഞാൽ നമ്മൾ ഞെട്ടിക്കുന്ന ഒരു ഫലമായിരുന്നു കേട്ടോ. അപ്പൊ അതിന്റെ ഒരു എഫക്ട് കഴിഞ്ഞിട്ട് അധികം നാളായിട്ടില്ലല്ലോ. അപ്പൊ അതിന്റെ അതേ ഇതിലാണ് നിൽക്കുന്നതെങ്കിൽ യഥാർത്ഥത്തിൽ അത് കൊല്ലത്തെ ഒരു മണ്ഡലത്തെയും കൂടെ നമ്മൾ പറയണമെന്ന് തോന്നുന്നു. എനിക്ക് UDF-ന് കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. മൂന്നാമത്തെ ഒരു സീറ്റ് UDF-ന് കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്ന ഒരു മണ്ഡലം ചവറയാണ്. കാരണം ചവറയില് ഷിബു കുറെ വർഷങ്ങളായിട്ട് തന്നെ അവിടെ ഈ പണിയെടുക്കുന്നുണ്ട്, നല്ല രീതിയിൽ കാശ് ഇറക്കുന്നുണ്ട്, വലിയ രീതിയിൽ അവിടെ പണിയെടുക്കുന്നുണ്ട്. അപ്പം ഷിബുവിന് ഒരു ഡു ഓർ ഡൈ സിറ്റുവേഷൻ ഒക്കെ കൂടെ ആയതുകൊണ്ടിട്ട് പിന്നെ സുജിത്ത് ചെറിയ ഭൂരിപക്ഷത്തിനാണ് ജയിച്ചത്. ചവറ ഇവരുടെ ആ സ്പീഡ് ആണല്ലോ. അത്ഭുതം രീതിയിൽ പുള്ളിക്കെതിരെ അങ്ങനെ വലിയ വികാരം ഇല്ല. പക്ഷെ ഇപ്പുറത്ത് എടുക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു ചവറ നമുക്ക് നോക്കാവുന്ന ഒരു മണ്ഡലമാണ്. അതെ, അത് മാത്രമല്ല ശിവയോജന ശരിക്കും പറഞ്ഞെങ്കിൽ സ്വയം ഇഷ്ടംപോലെ വേരുകളുള്ള മണ്ഡലമാണല്ലോ. വേറൊരു കുഴപ്പമുണ്ട്. ഷിബു ജയിക്കണോ വേണ്ടെന്നുള്ളത് ഷിബുവിന്റെ പാർട്ടിയിലെ ചിലരും കൂടെ തീരുമാനിക്കണം എന്നുള്ളതുണ്ട്. കാരണം ആ രീതിയിൽ അവിടെ ഉടക്കുണ്ട് വലിയ. കാരണം ഷിബു ജയിച്ചു കഴിഞ്ഞാൽ വീണ്ടും ഷിബു ശക്തനാകും. ഷിബു തോറ്റ പാർട്ടി കയ്യിലേക്ക് എത്തും എന്നും വരിക. പത്തനംതിട്ടയുടെ അവസ്ഥയിലേക്ക് പോവുകയാണെങ്കിലേ എങ്ങനെയാ പത്തനംതിട്ടയാണെന്നല്ലോ കഴിഞ്ഞ തവണ തൊട്ട് NDA ഭയങ്കര ലക്ഷ്യം വെച്ചിരുന്ന ഒരു സീറ്റ്. കാരണം ശബരിമല നിൽക്കുന്ന ഇതൊക്കെ പറഞ്ഞിട്ട്, പക്ഷെ അത് അമ്പയെ പരാജയപ്പെട്ടു പോകുന്ന അപ്പോൾ പക്ഷെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ വരുമ്പോൾ എനിക്ക് തോന്നുന്നു പന്തളം നഗരസഭ ഉൾപ്പെടെ ഇവര് പിടിക്കുമെന്ന് പറഞ്ഞിട്ട് LDF തിരിച്ചു പിടിച്ചു. അതും അത്രയും ഹോട്ട് പോയിന്റ് ആയിട്ട് നിൽക്കുന്ന ഒരു സ്ഥലം LDF തിരിച്ചു പിടിച്ചു. അപ്പൊ പത്തനംതിട്ട എങ്ങനെയാ? പത്തനംതിട്ട ശരിക്കും LDF തന്നെ നിലനിർത്തുന്ന പത്തനംതിട്ട ആകപ്പാടെ ശ്രദ്ധയിൽ വരുന്ന എന്റെ മനസ്സിൽ അത് ആറന്മുള മണ്ഡലം വീണ ജോർജ് മാത്രമാണ്. അല്ലാതെ പത്തനംതിട്ടയിൽ വേറെ മാറ്റം ഉണ്ടാവുന്ന എനിക്ക് തോന്നുന്നു. പിന്നെ ഈ പറഞ്ഞ കോന്നിയിൽ അടൂർ പ്രകാശ് മത്സരിച്ചാൽ കോന്നി ഒരു വളരെ ശ്രദ്ധേയമായിട്ടുള്ള മണ്ഡലമാണ്. പുള്ളിയാണ് പിടിച്ചതും പുള്ളിയോടുകൂടി തന്നെ പോവുകയും ചെയ്തിട്ടുള്ള ഒരു സ്ഥലമാണ്. പക്ഷേ ഈ 10 വർഷം 20 ആയിട്ട് UDF-കാർ തൊട്ടിട്ടില്ലാത്തൊരു മണ്ഡലം അടൂർ പ്രകാശ് വന്നിട്ടില്ല. ഇപ്പൊ അടൂർ പ്രകാശിന് കിട്ടുന്ന പിന്തുണ എല്ലാവരും ഒരു ഗണേഷ് കുമാറിന് കൊടുക്കുന്നുണ്ട്, SNDP പ്രത്യേകിച്ച് SNDP കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ കാരണം ഇത്തവണ അടൂർ പ്രകാശ് ലിഡീറ്റ് ചെയ്തൊരു പോസ്റ്റിൽ പറഞ്ഞിരിക്കുന്ന ഒരു വരിയുണ്ട്, കോന്നിയിൽ എന്ത് സംഭവിച്ചാലും എനിക്ക് ഉത്തരവാദിത്തമില്ല വന്നിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് അവിടെ ഇല്ല. പിന്നെ പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇതേപോലെ തന്നെ വളരെ ജനകീയനായിട്ടുള്ളൊരു MLA ആണ് ഈ ജിനേഷ്. എനിക്കൊന്ന് പ്രശാന്തിനെ പോലെ ഇടയ്ക്ക് കയറി വന്നാണ് ഉപതെരഞ്ഞെടുപ്പിൽ വന്ന് ജയിച്ച് മുതലാക്കിയ ഒരാളാണ്. അത് മുതലാക്കി വളരെ ജനകീയനായിട്ട്. മാത്രമല്ല പുള്ളി പറഞ്ഞ രീതിയിൽ ഇതേ നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി പാർട്ടി ലൈനിനൊക്കെ അപ്പുറത്തേക്ക് ഈ വളരെ പല സ്ഥലത്തും പോരുക, ക്ഷേത്രങ്ങളിലും എല്ലായിടത്തും വളരെ സജീവമായിട്ട്. ശരിക്കും ഈ ഏതാണ്ട് അതുപോലെയൊക്കെ തന്നെ നമുക്ക് എല്ലാ തരം ജാതി സമവാക്യങ്ങളും ഓർത്തഡോക്സിന്റെ സഭകളുടെ വലിയ സാന്നിധ്യമുണ്ട്. ഈ ഈഴവ വോട്ടുകളുടെയും നായർ വോട്ടുകളുടെ വേറൊരു സമസ്യ പോലെയൊക്കെ തോന്നും പത്തനംതിട്ട. കാരണം ഈ ആന്റണിയെ വിജയിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ശബരിമല ഇത്രയോ വലിയ കത്തി നിൽക്കുന്ന സമയത്ത് BJP അവർ തുണയ്ക്കണില്ല. ഇത് ഈ നിയമസഭ ജനപ്രതിക്ക് LDF-ന് കൂട്ടത്തോടെ വോട്ട് ചെയ്യുന്നു.
പിന്നെ ഇപ്പൊ ഇത്ര വരുമ്പോൾ പന്തളം നഗരസഭ തെരഞ്ഞെടുപ്പില് ഇതൊന്നും ഇത് ഇല്ലാത്തൊരു കൊടുക്കുന്നു കൊടുക്കുന്നു പലതരത്തില്. പത്തനംതിട്ടക്കാർ എങ്ങനെ ചിന്തിക്കണമെന്ന് ആയിട്ടുള്ളൊരു പറയാൻ അതെ, പറ്റണില്ല. അതെ. പത്തനംതിട്ട അങ്ങനെ തോന്നുന്നു. നമുക്ക് പറയാൻ പറ്റാത്തൊരു പറയാൻ സാധനമാണ് പറ്റാത്ത- അല്ലേ? എങ്ങോട്ട് വേണമെങ്കിലും പക്ഷെ ഇങ്ങോട്ട് ഈ പറഞ്ഞ രീതിയിൽ സഭ വളരെ പ്രധാനമാണ്, പ്രധാനമാണ്. അക്കാര്യത്തിൽ ഒരു സംശയം വേണ്ട. പക്ഷെ അവസാന ഘട്ടത്തിൽ, അതായത് ഏതാണ്ട് ഒരു 4 വർഷവും ഈ ഭരണത്തിന്റെ സമയത്ത് പരിപൂർണമായി എതിർത്തിരുന്നിരുന്ന സഭ ഇപ്പൊ അവസാനം എത്തുമ്പോൾ LDF അറ്റ്ലീസ്റ്റ് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത തരത്തിലേക്ക് എത്തിക്കാനായിട്ട് പറ്റിയിട്ടുണ്ട്. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്, വളരെ ഉഗ്രനായിട്ട് പെർഫോം ചെയ്താൽ മാത്രമേ അവിടെ വീണ ജോർജിന് വീണ്ടും ജയിക്കാൻ പറ്റുള്ളൂ എന്നുള്ളതാണ്. തിരിച്ച് ഞാൻ നോക്കുമ്പോൾ ഇപ്പം അവസാന പട്ടികയിൽ അബിൻ വർക്കിയാണ് അവിടെ വരുന്നു എന്ന് പറയുന്നുണ്ട്. കുമ്മനവും വന്നു. എനിക്ക് തോന്നുന്നു ഇത് രണ്ടും വീണയ്ക്ക് അനുകൂലമായിട്ട് തന്നെ നിൽക്കുന്ന ഒരു ഘടകങ്ങളാണെന്ന് തോന്നുന്നു. കാരണം ഇവര് അബിനോട് അവിടെ പെർഫോം ചെയ്യില്ലേ? പെർഫോം ചെയ്യും. അബിൻ വർക്കി നല്ലതായിരിക്കും. പക്ഷെ അബിൻ വർക്കി അവർക്ക് പുറത്തുനിന്ന് ഒരാൾ അവിടെ സ്വീകരിക്കത്തില്ലല്ലോ. അബിൻ വർക്കിന് അവിടെ അബിനെതിരെ അവിടെ ഉള്ളൊരു പ്രാദേശികമായ കോൺഗ്രസ്സുകാർക്ക് അത് താല്പര്യമില്ല. അങ്ങനെയൊന്നുമില്ല. ഇപ്പം നമ്മൾ എനിക്ക് തോന്നുന്നു ആറന്മുളയ്ക്ക് അങ്ങനത്തെ രാഘവനൊക്കെ കൊണ്ടുവന്ന് അവിടെ തോപ്പിച്ചിട്ടുണ്ടല്ലോ. MP രാഘവൻ വന്നിട്ട് അവിടെ തോപ്പിച്ചിട്ടുണ്ട് കോൺഗ്രസ്സുകാര്. അപ്പം അങ്ങനെ ഒരാളെ ഈ അബിൻ വർക്കിയോട് പിന്നെ കുമ്മനം 2001 മറ്റേ മാറ്റിയ സ്ഥാനാർത്ഥി വിജയിപ്പിച്ച സ്ഥലമാണ് മാലാത്ത സലാദേവി. മറ്റേ പരിപൂർണമായും ചുമരെഴുത്തും എല്ലാം കഴിഞ്ഞതിന് ശേഷം മാറ്റി പുതിയ സ്ഥാനാർത്ഥി വന്ന് ജയിച്ച സ്ഥലമാണ്. ആറന്മുളയും പത്തനംതിട്ടൊക്കെ എങ്ങനെ ചിന്തിക്കണമെന്നുള്ളത്. പിന്നെ എനിക്ക് ഞാനൊരു കാര്യം പറയുന്നുണ്ട്, ഈ മൂന്നാം ഭരണം വന്നാൽ വീണ ജയിക്കുന്ന തോൽക്കുന്നു എന്നുള്ളതാണ് എനിക്ക് തോന്നുന്ന ഏറ്റവും വലിയ ചർച്ച. ആ രീതിയിലേക്ക് പോയിട്ടുണ്ട്. അത് ഞാൻ അത് മോശമായിട്ടുള്ള, കാരണം ഈ വലിയൊരു ടാർഗറ്റ് ചെയ്തിട്ടാണ് അവരെ അറ്റാക്ക് ചെയ്യുന്നത്. അത് പൊളിറ്റിക്കൽ അറ്റാക്ക് തന്നെയായിരിക്കും, സംഭവമായിരിക്കും. പക്ഷെ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കാൻ പോകുന്നത് ആറന്മുള തന്നെയായിരിക്കും. മറ്റേത് ഇപ്പൊ പിന്നീടുള്ളത് അടൂരാണ്. അടൂരൊക്കെ ഏതായാലും ഷുവറായിട്ട്, കാരണം അവിടെ തന്നെ ഉള്ളൊരു ഇതാണ് വന്നിരിക്കുന്നത്. കാരണം റെജി വരുന്നിരിക്കുന്നത് അവിടെ വേറെ അത്ഭുതങ്ങളൊന്നും അവിടെ സംഭവിക്കാനില്ല. കാരണം ഇവരുടെ എതിർ സ്ഥാനാർത്ഥികൾ ഭയങ്കരമായിട്ട്, കാരണം ഇപ്പം നമ്മൾ മണ്ഡലം മാറിപ്പോകുന്നെങ്കിലും അല്ല ജില്ല മാറിപ്പോകുന്നെങ്കിലും ഇപ്പൊ ചെറിയൻകീഴ് കൊണ്ടുപോയി രമ്യ ഹരിദാസിനെ കോൺഗ്രസ് നിർത്തിയതൊക്കെ പോലെ ഈ പത്തനംതിട്ടയിലും സ്ഥാനാർത്ഥികൾ ഇവരിടുന്നത് ദുർബലരായിട്ടുള്ളവരെയും താല്പര്യമില്ലാത്തവരൊക്കെയാണ്, പുറത്തുനിന്ന് കൊണ്ടുവരുന്നവരൊക്കെയാണ് വരുന്നത്. അതാണ് പത്തനംതിട്ട എങ്ങനെ വേണേലും പ്രതികരിക്കുക എന്നതാണ്. പക്ഷെ റാന്നിയിൽ എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ ലെഫ്റ്റിന് കുറച്ചുകൂടി സേഫ് ആയിട്ടുള്ള ഈ പ്രമോദ് നാരായണൻ ഈ പറഞ്ഞ പോലെ വ്യക്തിപരമായിട്ടുള്ള നേട്ടങ്ങളുണ്ട്. അങ്ങനെ രീതിയിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നു. ആൾക്കെല്ലാവരുമായിട്ട്, അതായത് CPM-കാരുമായിട്ട് ഗ്രൗണ്ടിൽ സപ്പോർട്ടുണ്ട്. എല്ലാവരുടെയും വോട്ട് പിടിക്കാൻ പറ്റുന്നത് അതുകൊണ്ടല്ലോ. അങ്ങനത്തെ ഒരു ഗുണമാണ് പത്തനംതിട്ടയുടെ വരിക എന്ന് പറയുന്നത്.